അപ്പോൾ ഞാനിന്ന് പറയുന്ന ഈ ഗെയിമിൻ്റെ പേര് പറയുന്നില്ല, ഞാൻ അമ്പരന്ന് പോയൊരു ഗെയിമാണിത്. നിങ്ങൾക്കിത് പറഞ്ഞു തരണോ ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഗെയിം ഞാൻ കൂടുതലും യൂട്യൂബിലും കണ്ടില്ല. അതുപോലെ 10 കോടി പേര് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 2016 ഈ ഗെയിം റിലീസാവുന്നത്. അപ്പോൾ ഏത് ഗെയിമെന്ന് അറിയുന്നത് മുമ്പേ ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ കണ്ടിട്ട് വാ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പോൾ ഗെയിം പ്ലേ കണ്ടില്ലേ? എങ്ങനെയുണ്ട് സാധനം? കിഡിലോ അല്ലേ? സൗണ്ട് ആയാലും ഗ്രാഫിക്സ് ആയാലും ഇന്റീരിയർ ലുക്ക് ആയാലും എല്ലാം കിഡിലോ അല്ലേ? ഇത് ഗെയിം മനസ്സിലായവരുണ്ടെങ്കിൽ കമൻ്റ് ഇട്. ഇതിൻ്റെ സൈസ് എത്രയാണ്, അതായത് എത്ര MB അല്ലെങ്കിൽ എത്ര GB ഒന്ന് കമൻ്റ് ചെയ്യും. സൈസ് ലാസ്റ്റ് പറയാം. ഈ ഗെയിമിൻ്റെ പേരാണ് റേസിംഗ് ഇൻ കാർ. ഇതൊരു കാർ റേസിംഗ് ഗെയിമാണ്. അതുപോലെ ഒരുപാട് ഓപ്ഷനോ സെറ്റിങ്സോ ഇതിൽ കാണില്ല. സെറ്റിങ്സിലാകെ ലാംഗ്വേജ് മാറ്റാനും സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സൗണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഇതിലെ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 or 6 കാറുണ്ട്. എല്ലാം കിടിലം, ഡീറ്റെയിൽഡ്. അതെന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ഓരോ കാറ് കിട്ടണമെങ്കിൽ കോയിൻസ് കൊടുക്കണം. അത് ഗെയിം കളിക്കുന്ന സമയത്ത് കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൽ ഞാൻ ഏകദേശം അരമണിക്കൂറോളം അടുപ്പിച്ച് കളിച്ചു നോക്കി. എന്നിട്ടും ഒരു പരസ്യം പോലും എനിക്ക് വന്നില്ല. അതായത് കോയിൻസ് എക്സ്ട്രാ കിട്ടുകയാണെങ്കിലോ, പിന്നെ ഫ്രീ ആയിട്ട് മാപ്പ് കിട്ടുക, ഇതിനൊക്കെ പരസ്യം കാണണം. വേണമെങ്കിൽ മാത്രം, അതിനും ആവശ്യമില്ല. അതല്ലാതെ ഒരു പരസ്യം പോലും കളിയിടക്കോ, അല്ലാതെ പൊതുവെ ഒരു കളി കഴിഞ്ഞാൽ പിന്നെ ഒരു പരസ്യം, പിന്നെ അടുത്ത കളി, അങ്ങനെയാണല്ലോ. പക്ഷെ ഇതിലങ്ങനെയില്ല. പക്ഷെ ഇതിൽ പരസ്യം ഒഴിവാക്കുകയാണെങ്കിൽ പ്രീമിയം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ പരസ്യം വരുന്നൊന്നുമില്ല. പിന്നെ എടുത്തു പറയേണ്ടത്, ഇതിൽ ലോഡാവാൻ 1 സെക്കൻഡ് പോലും സമയം പാഴാക്കില്ല. അതായത് നമ്മൾ പ്ലേ ക്ലിക്ക് ചെയ്യുന്നു, അപ്പം തന്നെ സ്റ്റാർട്ട് ആവുന്നു, കളി കഴിയുന്നു, ഈ സെക്കൻഡിൽ തന്നെ അടുത്ത കളി. അതെനിക്ക് നല്ല ഇഷ്ടമായി. നമ്മുടെ സമയം പാഴാവില്ല. ക്ഷമയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഗെയിം. അതുപോലെ പിന്നെയുള്ള കാര്യം, ഇതിലെ മാപ്പ് കിടില മാപ്പാണ്. സിറ്റി, ടൗൺ, ഫോറസ്റ്റ് പോലെ 3 or 4 മാപ്പുണ്ട്. എന്നാൽ ഓരോ മാപ്പ് കിട്ടണമെങ്കിൽ കോയിൻസ് കൊടുക്കണം, എന്നാലേ അൺലോക്ക് ആവുള്ളൂ. എന്നാൽ ഉള്ള മാപ്പ് തന്നെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ എനിക്ക് തോന്നിയ കാര്യം, ഇതിൽ ഹോമിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ലോബിയിലുള്ള കാർ ഇൻറ്റീരിയർ മൂവ് ആവും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ സൗണ്ട് പറഞ്ഞല്ലോ, കേട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും കളിക്കണം. ഒരു 1.5 ഗെയിമാണ്. ഒരു കാര്യം പറയാൻ വിട്ടു, ഇതിൻ്റെ സൈസ് വെറും 73 MB ഉള്ളൂ.